ഹോർമോസിലൂടെയുള്ള ഗതാഗതം, ജലഗതാഗതം, ഓയിൽ ടാങ്കേഴ്സിന്റെ മൂവ്മെന്റ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. ഇതൊരു വിശാല പദ്ധതിയുടെ, ട്രംപിന്റെ ഒരു വിശാല പദ്ധതിയുടെ ഭാഗമായി പലരും ഇപ്പോൾ കാണുന്നു. ക്യൂബയിൽ ഒരാക്രമണം നടന്നേക്കാം. ക്യൂബയിൽ ഇത് വെനിസ്വല കാര്യമായ അധ്വാനമില്ലാതെ പിടിച്ചെടുത്തു. അതെ, ഇഷ്ടമുള്ള ഭരണകൂടത്തെ ഇവിടെ ആക്കി. കൊളംബിയയിൽ ഡ്രഗ് ബാരൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അതിപ്പോഴും ഉണ്ട്. അതൊരു ഓപ്ഷനായിട്ട് നിർത്തിയിരിക്കുകയാണ്. നാളെ വേണമെങ്കിൽ കൊളംബിയ. UAE ഒപ്പെക്കിൽ നിന്നും പുറത്തു പോയത് ഒരുപക്ഷെ ഒപ്പെക്കിനെ തന്നെ തകർക്കുന്ന ഒരു നടപടിയുടെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ പിന്നിൽ അമേരിക്കയുടെ കുശാഗ്ര ബുദ്ധി ഉണ്ടെന്ന് പറയേണ്ടി വരും. ട്രംപിന്റെ ചൈന സന്ദർശനം, മോദിയുടെ UAE സന്ദർശനം, ഹോർമൂസ് തുറക്കുന്നത്, ഇതെല്ലാം തന്നെ ചേർത്ത് വായിക്കാൻ ഈ സമയം നോക്കണം. ആ പശ്ചാത്തലത്തിലാണ് സൗദി മാറി ചിന്തിക്കുന്നു. സൗദി ഹൈഡ്രോ കാർബണിന് ശേഷം എന്ത് എന്ന ആലോചനയിലാണ് സൗദി. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിൽ കാര്യമായ വിള്ളലുകൾ വീണു എന്ന് നിസ്സംശയം പറയാം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഭൗമരാഷ്ട്രീയം വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഉടലെടുത്ത യുദ്ധം തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇറാനെതിരെ അമേരിക്കൻ സേനയും ഇസ്രായേൽ സേനയും ഒരുമിച്ച് യുദ്ധം തുടങ്ങി. അത് എങ്ങനെ നിർത്തണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ലോകം മുഴുവനും അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രകമ്പനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അത് ക്ഷാമത്തിൻ്റെ പേരിൽ ആണ് എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമുക്ക് പോലും അത് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഇറാനെതിരെ വീണ്ടും യുദ്ധം ആരംഭിക്കും എന്ന സൂചന ട്രംപ് നൽകുന്നത്. ഫ്യൂറി 2 ഉടനുണ്ടാകും എന്നാണ് ട്രംപ് നൽകുന്ന സൂചന. അത് ഭീതി ജനിപ്പിക്കുന്നതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇതിനിടയിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശനം നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കും. ഇന്ധനക്ഷാമത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കുന്നതിന് വേണ്ട പദ്ധതികൾക്ക് അവിടെ രൂപം നൽകിയതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒപ്പം ട്രംപ് ചൈനയിൽ സന്ദർശനവും നടത്തിയിരിക്കുകയാണ്. ചൈന അതിനുശേഷം പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇറാൻ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന്. എന്താണ് ഈ മേഖലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അന്താരാഷ്ട്ര മേഖലയിൽ പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുന്നു അന്താരാഷ്ട്ര വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്കിത് ഈ വിഷയം കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ ജീവിതത്തെയും ഇപ്പോൾ അത് ബാധിച്ചിരിക്കുകയാണ്. എവിടെ തുടങ്ങണം എനിക്ക് അറിയില്ല. എങ്കിലും നമുക്ക് ആശങ്കയോടുകൂടി ചോദിക്കുകയാണ്, അങ്ങയുടെ മനസ്സെന്താണ് പറയുന്നത്? ഈ യുദ്ധം ഉടനൊന്നും അവസാനിക്കില്ലേ? വീണ്ടും ഇപ്പോൾ നിലനിൽക്കുന്ന വെടിനിർത്തൽ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാമെന്നുള്ളതാണോ? വളരെ ഫ്രജൈലായ ഒരു പീസ് പ്രോസസ്സിലൂടെയാണ് ഇപ്പോൾ ലോകം കടന്നു പോകുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം, സ്ട്രെയിൻഡ് പീസ്, അല്ലെങ്കിൽ അടുത്ത കൊടുങ്കാറ്റിന് മുൻപുള്ള ഒരു ചെറിയ ശാന്തത, ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി 2ാം ഘട്ടം. അത് ഓപ്പറേഷൻ എപ്പിക് ബ്ലണ്ടറായി മാറുമോ എന്നതാണ് ലോകം കാണുന്നത്. കാരണം ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്നത് ബലപ്രയോഗത്തിലൂടെ ഉണ്ടാവില്ല എന്ന് പലരും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അത് സ്ഥിരീകരിക്കുന്ന രീതിയിലായിരുന്നു യുദ്ധത്തിന് മുന്നോട്ടുള്ള പോക്ക്. ഡാമേജസ് ഉണ്ടാകുന്നു രണ്ട് ഭാഗത്തും. ബ്ലോക്ക് ചെയ്യപ്പെടുന്നു ഹോർമോസിലൂടെയുള്ള ഗതാഗതം, ജലഗതാഗതം, ഓയിൽ ടാങ്കേഴ്സിന്റെ മൂവ്മെന്റ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. ഇതൊരു വിശാല പദ്ധതിയുടെ, ട്രംപിന്റെ ഒരു വിശാല പദ്ധതിയുടെ ഭാഗമായി പലരും ഇപ്പോൾ കാണുന്നു. കാരണം ഗൾഫ് മേഖലയ്ക്ക് ഓയിലിന്റെ മേലുള്ള സ്ട്രാങ്കിൾ ഹോൾഡ് അവസാനിപ്പിക്കുകയും അമേരിക്ക കൂടുതൽ വലിയ രീതിയിൽ, വൻപിച്ച രീതിയിൽ എണ്ണ വിപണിയിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു രീതി, അതിന് വഴിയൊരുക്കുന്നതിന്റെ ഭാഗമായി ബ്ലോക്കേഡ് എങ്കിൽ ബ്ലോക്കേഡ് 2 മണിച്ചിത്രത്താഴുകൾ ഇട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ് ഹോർമോസ്. ഇറാന്റെ വക 1, അമേരിക്കയുടെ വക മറ്റൊന്ന്. ഡബിൾ പൂട്ടാണ്. ഈ പൂട്ടൊക്കെ ഭേദിച്ചുകൊണ്ട് അതിൽ സുഗമമായ കച്ചവടം നടത്തണം എന്ന ആഗ്രഹം ഇന്ത്യക്കുണ്ട്, ചൈനയ്ക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ അമേരിക്കൻ പ്രസിഡന്റിന്റെ ചൈന സന്ദർശന വേളയിൽ ചൈനയും അമേരിക്കയും എഗ്രി ചെയ്ത 2 കാര്യങ്ങളാണ്. അതിലൊന്ന്, ഹോർമോസ് എത്രയും പെട്ടെന്ന് തുറക്കണം. പക്ഷേ ചൈന പറയുന്നു അമേരിക്ക തുറക്കണം, ഇറാൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാം. അതല്ല, ഇറാൻ അല്ലല്ലോ തുറക്കേണ്ടത്, അതിന് അമേരിക്ക എന്ത് ചെയ്യുമെന്നതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. 2, ഇറാന്റെ ആണവ പദ്ധതി ഇറാൻ ഉപേക്ഷിക്കേണ്ടതില്ല, പക്ഷേ ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കുകയും ആയുധങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നത് അമേരിക്കയോടൊപ്പം ചൈന അംഗീകരിക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ചൈന അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ ട്രംപ് എന്തിനാണ്
ഈ ബെയ്ജിങ്ങിൽ പോയത്. ബെയ്ജിങ്ങിൽ പോയത് എന്നുള്ളത് ഒരു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു സെയിങ് ഉണ്ട്, ഈ പട്ടി ചന്തയിൽ പോവുക എന്നൊരു. കോന്തൻ കൊല്ലത്തും അമ്പാടൻ ആലപ്പുഴയും പോകുന്നത് പോലെ ആവുമോ എന്നൊരു പ്രയോഗമുണ്ട്. ഇപ്പൊ എന്തിനു പോയി? ഇപ്പൊ തൈവാന്റെ കാര്യത്തിൽ സെറ്റിൽമെന്റിനാണോ പോയത്? അല്ലല്ലോ. തൈവാന്റെ കാര്യത്തിൽ ചില ഉറപ്പുകൾ ട്രംപ് അങ്ങോട്ട് കൊടുത്തിട്ടേക്ക് പോന്നു. അതെ. ഞങ്ങൾ തൈവാനെ ലിബറേറ്റ് ചെയ്യാൻ ഒരു ശ്രമവും നടത്തില്ല. തൈവാൻ ഒറ്റ സിംഗിൾ ചൈന പോളിസിയാണ് തങ്ങളുടേത്. തൈവാന് ഞങ്ങൾ ആയുധമൊക്കെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു വെച്ചു, ഒരു കരാർ പോലെയൊക്കെ ഏർപ്പെട്ടു. പക്ഷെ ഞാൻ വിചാരിച്ചാലേ റിലീസ് ചെയ്യൂ ആയുധങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറെ സൂത്ത് സേയിങ് പറഞ്ഞതിന് ശേഷം ട്രംപ് പോയതിനേക്കാൾ ബോഡി ലാംഗ്വേജ് മോശമായിരുന്നു തിരിച്ചെത്തിയപ്പോൾ. വിജയശ്രീലാളിതനായിട്ടല്ല ട്രംപ് വന്നത്. അപ്പോൾ പിന്നെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന രീതിയിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ 2ാം ഘട്ടം, എന്നാൽ പിന്നെ ഞാൻ ചിലത് ചെയ്തു കാണിക്കാം. ഒരുപക്ഷെ അടുത്ത ഗഡു ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിക്ക് മുൻപ് തന്നെ ഒരു പക്ഷേ എന്ന് എനിക്ക് പറയാനാവൂ, ക്യൂബയിൽ ഒരാക്രമണം നടന്നേക്കാം. ക്യൂബയിൽ ഇത് വെനിസ്വല കാര്യമായി അധ്വാനമില്ലാതെ പിടിച്ചെടുത്തു. അതെ, ഇഷ്ടമുള്ള ഭരണകൂടത്തെ അവിടെ ആക്കി. കൊളംബിയയിൽ ഡ്രഗ് ബാരൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അതിപ്പോഴും ഉണ്ട്. അതൊരു ഓപ്ഷനായിട്ട് നിർത്തിയിരിക്കുകയാണ്, നാളെ വേണമെങ്കിൽ കൊളംബിയ. പക്ഷെ ക്യൂബ അതിനേക്കാൾ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. വേണമെങ്കിൽ നിഷ്പ്രയാസം കീഴടക്കാവുന്ന ഒരു സൈനിക ബലം അമേരിക്കയ്ക്കുണ്ട്. ക്യൂബയൊന്നും ആരും അങ്ങനെ പോയി പണ്ട് ശീതയുദ്ധ കാലത്ത് സോവിയറ്റ് യൂണിയൻ സഹായിച്ചതുപോലെ ക്യൂബയെ ആരും സഹായിക്കില്ല. ക്യൂബയാണെങ്കിൽ ഇപ്പോൾ വലിയ തോതിൽ എണ്ണ കിട്ടാതെ ബുദ്ധിമുട്ടാണ്. വെനിസ്വേലയിൽ എണ്ണ വരവില്ല. ക്യൂബയ്ക്ക് സ്വന്തമായ തനത് എണ്ണ കുറവുമാണ്. അപ്പൊ അവിടെ അമേരിക്ക പിടിമുറുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ക്യൂബൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയുടെ, മുൻ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോയുടെ സഹോദരൻ റൗൾ കാസ്ട്രോ, ഞങ്ങളുടെ 3 വിമാനങ്ങൾ പണ്ട് 10-20 വർഷം മുൻപ് വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അത് ആട് ചെന്നായ കഥ പോലെ ഉള്ളൂ. നിന്റെ മുതുമുത്തച്ഛനാണ് എൻ്റെ വെള്ളം കലക്കിയത്, അതുകൊണ്ട് നിന്നെ ഞാൻ സപ്പിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു പ്രയോഗമാണ് ട്രംപിന്റെ ഭാഗത്ത്. അതുകൊണ്ട് ചില ഈ ഗൾഫിൽ നിന്നും അറ്റൻഷൻ അങ്ങോട്ട് മാറി മറ്റൊരിടത്തെ കേന്ദ്രീകരിക്കാൻ ഒരു സാധ്യതയുണ്ട്. ഇതിന്റെ എല്ലാം മധ്യയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പറന്നിറങ്ങിയത്. അപ്പൊ ഇതൊരു വലിയൊരു ശക്തി സമവാക്യങ്ങൾ ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ എത്രത്തോളം ഇപ്പോൾ ഈ ഒരു വലിയ അന്ത്രാളഘട്ടം കഴിഞ്ഞാൽ അമേരിക്കയുടെ സാന്നിധ്യം എത്രത്തോളം ഗൾഫിൽ ആഗ്രഹിക്കും, അതൊരു പുനർവിചിന്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഗൾഫ് മനസ്സുകൾ. അതെ, തീർച്ചയായിട്ടും. അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ എനിക്ക് കുറേയേറെ അതിശയം തോന്നിയത് സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള ബന്ധം ഇത്രയും സ്ട്രെയിൻഡ് ആയത്, ഇത്രയും മോശമായത് എങ്ങനെ എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിച്ചത്. മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയെ നവീകരിക്കുന്നതിൻ്റെ പാതയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം UAE രൂപീകൃതമായതിനു ശേഷം എല്ലാം വളരെ വളരെ ഫോക്കസ്ഡായി മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അവർക്കുള്ള വെൽത്ത് എല്ലാം വളരെ 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 ശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗിക്കുന്നു, ദീർഘവീക്ഷണത്തോടുകൂടി ഉപയോഗിക്കുന്നു, ജനങ്ങളെല്ലാം നന്നായി ടേക്ക് കെയർ ചെയ്യുന്നു, ലോകത്തിൻ്റെ ബിസിനസ് ഹബ്ബായി മാറുന്നു. അങ്ങനെ പോകുന്ന ഒരു രാജ്യം. ഇവരെല്ലാം ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം വളരെ നല്ല ബന്ധത്തിലുമാണ്. ആ ഒരു ബന്ധം ദൃഢമായി കാത്തു സൂക്ഷിക്കുവാനും നേതാക്കൾ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വേഗത്തിൽ ആ ഒരു ബന്ധം സ്ട്രെയിൻ ആയിരിക്കുകയാണ്. അത് ഒരു കാര്യം, ഇറാനെതിരെ ആക്രമണം നടത്തിയത് സൗദിയുടെ ആവശ്യപ്രകാരമാണ് അമേരിക്ക അത് അങ്ങനെ ചെയ്തത് എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ബന്ധം ഇത്രയും രൂക്ഷമായി മാറുകയും ചെയ്തത്. ഒപെക് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നും UAE പുറത്തേക്ക് വരികയും ചെയ്യുന്നു. UAEയുടെ നേതൃത്വവും വളരെ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇവിടെ അമേരിക്കയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഈ ബന്ധം മോശമായതിൽ എന്നുള്ള ഒരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. അമേരിക്ക അറിയാതെ അവിടെ ഒരു ചെറു ഇല പോലും അനങ്ങില്ല. UAE ഒപ്പെക്കിൽ നിന്നും പുറത്തു പോയത് ഒരുപക്ഷെ ഒപ്പെക്കിനെ തന്നെ തകർക്കുന്ന ഒരു നടപടിയുടെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ പിന്നിൽ അമേരിക്കയുടെ കുശാഗ്ര ബുദ്ധി ഉണ്ടെന്ന് പറയേണ്ടി വരും. അതാണ് ഒരു ഡയമെൻഷൻ. ഒപ്പെക്കിനെ നിലനിർത്തേണ്ടത് ആ രീതിയിൽ കാർട്ടലുകൾ രൂപീകരിച്ച് ഓയിൽ ബാരൻസിലൂടെ അല്ലെങ്കിൽ ഓയിൽ കാർട്ടലുകളിലൂടെ, കോക്കസുകളിലൂടെ, കോട്ടറിയിലൂടെ കോട്ട നിശ്ചയിച്ച് ലോകത്തിന് വില പറയുന്ന സൗദിയുടെ ഒരു നിലപാട്, അതിനെതിരെ അമേരിക്ക ഒരു നീക്കം നടത്തി എന്ന രീതിയിൽ കൂടിയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചോക്ഡ് ആകുന്നത് സൗദിയുമല്ല, UAEയുമല്ല, ഖത്തറും ബഹ്റൈനും കുവൈറ്റുമാണ്. കാരണം ഹോർമൂസിലൂടെ അല്ലാതെ അവർക്ക് ഒരു രീതിയിലും എണ്ണ കൊണ്ടുപോകാൻ പറ്റില്ല. സൗദി അറേബ്യക്ക് ഈ കിഴക്ക് പടിഞ്ഞാറായി ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. അപ്പൊ അതിലൂടെ എണ്ണ വേണമെങ്കിൽ ചെങ്കടൽ തുറമുഖത്തേക്ക്, അതായത് ഈ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നും ചെങ്കടൽ മേഖലയിലേക്ക്
എണ്ണ പമ്പ് ചെയ്ത് കൊണ്ടുവന്ന് ചെങ്കടൽ തുറമുഖത്തിലൂടെ വേണമെങ്കിൽ സൂയസ് വഴിയോ അല്ലെങ്കിൽ ബാബൽ മന്ദേബ് വഴിയോ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും വേണമെങ്കിൽ. അതേസമയം UAE-ക്കും കഴിയും ഫുജൈറ വഴി. അത് ഒമാന്റെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന UAE-യുടെ ഒരു പ്രദേശമാണ് ഫുജൈറ. അതുവഴി ഓയിൽ പൈപ്പ് ലൈനിലൂടെ ഫുജൈറയിൽ എത്തിച്ച് ഫുജൈറയിൽ ഒരു വലിയൊരു പോർട്ടുണ്ട്. ദുബായ് പോർട്ടിനേക്കാൾ വലുതല്ല, ദുബായ് പോർട്ടിനേക്കാൾ ചെറുതാണെങ്കിൽ തന്നെയും അത്യാവശ്യം നമുക്ക് അവിടെ കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് നടത്താൻ സാധിക്കുന്ന ഒരു പോർട്ടാണ്. പക്ഷേ അവിടെ ഇപ്പോൾ അടുത്ത ദിവസം എനിക്ക് തോന്നുന്നു ഫുജൈറ ആക്റ്റീവ് ആക്കിയതിന് ശേഷം, UAE ആക്റ്റീവ് ആക്കിയതിന് ശേഷം അതിനുശേഷം ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. ഇറാൻ വലിയ രീതിയിലാണ് കൺസേൺ. മാത്രമല്ല UAE-യുടെ ഡിഫൻസ് സിസ്റ്റം ഇസ്രയേലിന്റെ കൂടി മേൽനോട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. മേൽനോട്ടം എന്ന് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഈ അയൺ ബീം സംവിധാനം ഇസ്രയേൽ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യം UAE ആണ്. അപ്പൊ എങ്ങനെയോ അമേരിക്കയുടെ മാത്രം ഡിഫൻസ് എക്യുപ്മെന്റ്സ് പോരാ, ഇസ്രയേലിന്റെ കൂടെ സഹായം വേണം. അതുകൊണ്ടാണല്ലോ I2U2 സഖ്യത്തിലെ പങ്കാളിയാണ് UAE എന്ന് ഓർക്കണം. U for USA, U for UAE, I for Israel, the other I is India. അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം, അമേരിക്കയുമായി UAE-യുടെ അടുത്ത ബന്ധം, ഇറാനെ ചെക്ക്മേറ്റ് ചെയ്യേണ്ടതിന്റെ കൺസേൺ രണ്ട് രാജ്യങ്ങൾക്കും ഒരുപോലെ ഉള്ളത്, I2U2-ന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകേണ്ടത്, ഇന്ത്യക്ക് ഓയിൽ സപ്ലൈ അഭംഗുരം തുടരേണ്ടതിന്റെ ആവശ്യം. അപ്പം ദുബായ് ഡ്രൈ ഡോക്കുമായി സഹകരണം, അതുപോലെ ഫുജൈറ പോർട്ട് വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ സഹകരണം, ഇന്ത്യയുടെ ജാംനഗർ പോർട്ട് മുതലായ സ്ഥലങ്ങളിലേക്ക് UAE-യുടെ വക സഹകരണം എന്ന് വേണ്ട, UAE ഡെവലപ്പ് ചെയ്ത ചില ചിപ്പുകൾ ഇന്ത്യക്ക് നൽകുന്നു എന്ന വിവരം എന്ന് വേണ്ട വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, $3 billion ഓഫ് $5 billion ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് UAE ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ 3 കോടി ബാരൽ എണ്ണയുടെ ഒരു കരുതൽ ശേഖരം, സ്ട്രാറ്റജിക് റിസർവ് ഇന്ത്യക്ക് ഉണ്ടാകാനായി UAE കൈയച്ച് എണ്ണ നൽകും. ഇതൊക്കെയാണ് കരാറുകൾ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മോദി നോർഡിക് രാജ്യങ്ങളിലേക്കാണ് പോയത്. കാരണം നോർവേ, സ്വീഡൻ, അതുപോലെ ഡെൻമാർക്ക്, അതുപോലെ തെക്കൻ യൂറോപ്പിൽ ഇറ്റലി, ഈ രാജ്യങ്ങളിലേക്കൊക്കെയാണ് മോദി പോയത്. ആ കൂട്ടത്തിൽ ആദ്യ പടി എന്ന നിലയിലാണ് അബുദാബി സന്ദർശിക്കുന്നത്. അവിടെ ന്യായമായി ചോദിക്കുക, ഇപ്പോഴൊരു സന്ദർശനത്തിന് ഒരു യുദ്ധം ഒക്കെ നിൽക്കുകയാണ്, ഇപ്പോൾ ഒരു സന്ദർശനത്തിൻ്റെ ഒരു ദൗത്യത്തിൻ്റെ കാര്യം എന്താണ്? നോക്കൂ, UAE-യുടെ ഭരണാധികാരി പെട്ടെന്ന് ഇന്ത്യയിൽ വന്ന് ജനുവരി മാസം വന്ന് ഏതാനും മണിക്കൂറുകൾ മാത്രം സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചുപോയി. ഒരു റിട്ടേൺ വിസിറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മോദിയും പ്ലാൻ ചെയ്തത്. പക്ഷേ തീർച്ചയായും ഈ ഹോർമൂസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ സംസാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ ചൈന സന്ദർശനം, മോദിയുടെ UAE സന്ദർശനം, ഹോർമൂസ് തുറക്കുന്നത്, ഇതെല്ലാം തന്നെ ചേർത്ത് വായിക്കാൻ ഈ സമയം നോക്കണം. ആ പശ്ചാത്തലത്തിലാണ് സൗദി മാറി ചിന്തിക്കുന്നു. സൗദി ഹൈഡ്രോ കാർബണിന് ശേഷം എന്ത് എന്ന ആലോചനയിലാണ് സൗദി. ഇപ്പോൾ സൗദിക്ക് ഈ എണ്ണ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു പക്ഷേ പറ്റില്ല. ഇപ്പോൾ പറ്റും, ധാരാളം എണ്ണയുണ്ട്. പക്ഷെ മറ്റ് ചില പ്രതിബന്ധങ്ങൾ സൗദി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സൗദി ഒരു ടൂറിസ്റ്റ് ഹബ് എന്ന നിലയിൽ കൂടി വികസിപ്പിച്ചെടുക്കാൻ MBS മുഹമ്മദ് ബിൻ സൽമാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം മുൻപേ പോലെ ഇപ്പോൾ ഇല്ല. ഉപരിതലത്തിൽ കാണുന്ന ഒരു ശാന്തത ഉള്ളിലേക്ക് പോകുമ്പോഴില്ല. ഇത് തന്നെയായിരിക്കണം അമേരിക്ക ആഗ്രഹിക്കുന്നത്. അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സ് ആണോ ഇറാനെ പെർമനന്റായിട്ട് ശത്രുവായി നിർത്തുക, സൗദിയും ഇറാനും തമ്മിൽ ഒരിക്കലും അടുക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക, UAE-യെ യാതൊരു രീതിയിലും ഇറാനുമായി അടുപ്പിക്കാതിരിക്കുക? അടുപ്പിച്ചാൽ എന്താ കുഴപ്പം? ഹോർമൂസ് അവരുടേതാണെന്ന് പറയും. UAE തെക്ക്, അതേപോലെ ഒമാൻ, 2 രാജ്യങ്ങൾ തെക്ക്, ഇറാൻ വടക്ക്. ഹോർമൂസ് ഞങ്ങൾ മൂന്നും കൂടെ ചേർന്ന് ഹോർമൂസിലൂടെ ഏതൊക്കെ കപ്പൽ പോകണമെന്ന് തീരുമാനിച്ചോളാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കപ്പം തന്നിട്ട് കപ്പം ഞങ്ങൾ ഈക്വലായിട്ട് വീതിച്ചെടുത്തോളാം എന്ന് പറഞ്ഞാൽ സൗദി ഉൾപ്പെടെ കറങ്ങി. ഇത് എണ്ണക്കപ്പലുകൾ പോകണ്ടേ മറ്റു രാജ്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സഖ്യം ഉണ്ടാകും എന്നല്ല പറഞ്ഞ അസാധ്യമായ ആംഗിൾസ് ആണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയൊക്കെയാണ് ലോകരാഷ്ട്രീയം പോകുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു ചിന്ത ഇപ്പോൾ നിലവിലുണ്ടെന്നല്ല പറയുന്നത്. ഒമാൻ ഇപ്പോൾ ഇറാന്റെ സുഹൃത്ത് രാജ്യമാണ്, എക്കാലത്തെ സുഹൃത്ത് രാജ്യമാണ്. UAE-യും ഇറാനും തമ്മിൽ മത്സരിച്ചു പോകണമെന്നതാണ് ലോകം ആഗ്രഹിക്കുന്നത്, അമേരിക്കയും ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും അടുപ്പം ഉണ്ടാകാതിരിക്കാൻ നിർബന്ധമായി UAE-യെ പ്ലക്കേറ്റ് ചെയ്യണം, അമേരിക്കയുടെ ഫുൾ ഓർബിറ്റിൽ കൊണ്ടുവരണം. സൗദി അതിന് ചിലപ്പം കിട്ടില്ല. അതുകൊണ്ടാണ് ഒപ്പക്കിൽ നിന്ന് പുറത്തു പോയി
നിങ്ങൾ എണ്ണ ഉണ്ടാക്കിക്കോളൂ, വിറ്റോളൂ, പരമാവധി കോട്ടാവൊന്നും നോക്കണ്ട, ഉൽപ്പാദിപ്പിച്ചോളൂ, വിറ്റോളൂ. ഞങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നതെന്ന് അമേരിക്ക പറയുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഇപ്പോൾ ഈ നിമിഷം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, വിൽക്കുന്ന രാജ്യം ഗൾഫ് രാജ്യങ്ങളൊന്നുമല്ല, അത് അമേരിക്കയാണ്. Correct. അപ്പൊ അത് മാറണം. ഈ എപ്പി സെന്റർ ഓഫ് ഓയിൽ ട്രേഡ് ഷുഡ് ബി മൂവ്ഡ് ഫ്രം ഗൾഫ്, പേർഷ്യൻ ഗൾഫ് ആൻഡ് ഹോർമോസ് ടു ദി അമേരിക്കൻ കോസ്റ്റ്. ഇതാണ് അമേരിക്കയുടെ പ്ലാൻ, ആത്യന്തികമായ പ്ലാൻ എന്ന് വേണം കരുതാൻ. അതെ. അത് മാത്രമല്ല, ഈ സൗദിയെ ഉൾപ്പെടെ ഉപയോഗിച്ച് ഡോളർ റെജിമൻ എത്ര കാലം നിലനിർത്താം? അത് സംശയമുണ്ട്. ഇപ്പൊ പെട്രോ ഡോളർ അതിലാണല്ലോ. അപ്പൊ ഡോളറിൽ കച്ചവടം നടത്തണമെങ്കിൽ നേരിട്ട് അമേരിക്ക തന്നെ രംഗത്ത് വന്നെങ്കിലേ പറ്റൂ എന്നൊരു വൈകിയ ചിന്ത. അത് മാത്രമല്ല, ചൈനയുമായിട്ടുള്ള 256 ബില്യൺ ഡോളേഴ്സിന്റെ വാർഷിക ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് അമേരിക്കയ്ക്ക്. ഇത് ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ചൈനയിൽ പോയി ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾ ഞങ്ങളുടെ ബോയിങ് വാങ്ങണം. വിടുവ പറയുന്ന കേമനാണല്ലോ ട്രംപ്. 250 ബോയിങ് വാങ്ങാൻ ചൈന തീരുമാനിച്ചു. ഒരു 750ൻ്റെയും കൂടെ കരാർ ഉടനെ വരും എന്നാണ് പറഞ്ഞത്. ചൈന കമാൻഡ് രക്ഷ വേണ്ടിയിട്ടില്ല. ട്രംപ് പറഞ്ഞത് വാങ്ങാൻ അവർ തീരുമാനിച്ചു. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് ആദ്യം പറയുന്ന ട്രംപാണ് കേട്ടോ. അദ്ദേഹത്തിന് അതീന്ദ്രിയ ജ്ഞാനമുണ്ട് കാര്യത്തിൽ. എന്നാൽ ഒരു സ്ഥിരീകരണമില്ല. അതുപോലെ പറഞ്ഞു, എണ്ണ ചൈന വാങ്ങും, ഞങ്ങളിൽ നിന്ന് വാങ്ങും പറയുന്ന അമേരിക്കയാണ്. ഇപ്പൊ ഇറാനിൽ നിന്ന് വാങ്ങാനാവില്ല, അല്ലെങ്കിൽ ഉപരോധമാണ്, അല്ലെങ്കിൽ വെനിസ്വേല എണ്ണ കൺട്രോൾ ചെയ്യുന്ന അമേരിക്കയാണ്. പിന്നെ അമേരിക്കയേ ഉള്ളൂ ബാക്കി. അതൊക്കെ ട്രംപിന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു വെച്ചു. വലിയ ടീം, ജംബോ ടീമിനെ കൊണ്ടാണ് പോയത് കേട്ടോ. ടീം അതെ. അല്ല, ഏതായാലും ആരൊക്കെയാണ് ഈ മൈക്രോസോഫ്റ്റിന്റെ പ്രതിനിധികൾ, ആപ്പിളിന്റെ പ്രതിനിധി, പിന്നെ എന്താണ് ഇലോൺ മസ്ക് തന്നെ രംഗത്ത് വന്നു. എല്ലാവരും ചേർന്നാണ് പോയത്. ഈ ജംബോ ടീമിനെ കൊണ്ടുപോയി അപ്പം വിചാരിച്ചു വലിയ എന്തോ കാര്യം ഉരുട്ടിയെടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. ഒരു മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് വേണം കരുതാൻ. എനിക്ക് തോന്നുന്നു അമേരിക്ക കൊണ്ടുപോയ അജണ്ടയിലെ കാര്യങ്ങൾ മറ്റെന്തോ ആയിരിക്കണം, നമ്മൾ അറിഞ്ഞതൊന്നും ആയിരിക്കില്ല. അത് അവിടെ തിരസ്കരിക്കപ്പെട്ടതായിരിക്കണം. എനിക്ക് എന്തായാലും മുഖഭാവം, ബോഡി ലാംഗ്വേജ്, അതിനുശേഷം പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കൂട്ടിക്കിഴിച്ച് കുടിച്ച് ഹരിച്ചൊക്കെ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് നഷ്ടം തന്നെയായിരുന്നു ചൈന സന്ദർശനം എന്നാണ്. ആ നഷ്ടം നികത്താൻ എന്തെങ്കിലും അരുതത്ത് ചെയ്യുമോ? അന്തം വിട്ട പുലി പക്ഷേ എന്തും ചെയ്യുമെന്നല്ലേ. മറ്റൊന്ന്, അമേരിക്കയ്ക്ക് റെയർ എർത്ത് മിനറൽസിൻ്റെ ആവശ്യമുണ്ട്, ചൈനയിൽ നിന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചൈനയിൽ നിന്നും അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയെ ടാർഗറ്റ് ചെയ്യാൻ ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷേ ഇതിന് പ്രൊഡക്ഷൻ ബേസ് ചൈനയിലേക്ക് മാറ്റുകയാണ് വൻപൻ കമ്പനികൾ. അത് ഇന്ത്യയെ ഒന്ന് പരീക്ഷിച്ചു. പക്ഷേ ഇന്ത്യ ഒരു സ്റ്റേബിളായി നിൽക്കുന്നില്ല. ഒരു തോന്നൽ കഴിഞ്ഞ ഒരു വർഷമായിട്ടെങ്കിലും ഉണ്ട്. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിൽ കാര്യമായ വിള്ളലുകൾ വീണു എന്ന് നിസ്സംശയം പറയാം. അപ്പൊ തിരിച്ച് ചൈനയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ബേസ്, ഒരു അമേരിക്കൻ വൻപൻ കമ്പനികളുടെ, ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ പ്രൊഡക്ഷൻ ബേസ് വീണ്ടും ചൈനയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമാണോ? ന്യായമായി സംശയിക്കാം. പക്ഷെ അത് ട്രേഡാണ്, അത് കംപ്ലീറ്റ് ട്രേഡാണ്. അപ്പോൾ എങ്ങനെയാണ് അമേരിക്ക ട്രംപിന്റെ മാഗ എങ്ങനെ ശരിയാകും? പ്രൊഡക്ഷൻ ബേസ് അമേരിക്കയിൽ ഉണ്ടെങ്കിലല്ലേ പ്രയോജനമുള്ളൂ. അമേരിക്കയിൽ പ്രൊഡക്ഷൻ ബേസ് ഉണ്ടായിരിക്കുകയും ചൈന ഉൾപ്പെടെ വാങ്ങുകയും ചെയ്തെങ്കിലല്ലേ ട്രേഡ് ഡെഫിസിറ്റ് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റൂ. ഇതങ്ങനെയല്ല. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല, പുറമേ കാണുന്ന ഒരു ചിത്രം. നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഗൾഫ് യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ചൈനയും കൂടെ സഹകരിക്കണം. പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചകൾ പരിസമാപ്തിയിലെത്തണമെങ്കിൽ ചൈന ഒരു കൈവെപ്പ് നടത്തണം. അതുണ്ടായിട്ടില്ല. രണ്ട്, തൈവാൻ വിഷയത്തിൽ എന്തെങ്കിലും ഉറപ്പുകൾ പരസ്പരം നൽകണം. അതും കാര്യമായി ഉണ്ടായില്ല. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പുണ്ടായി, ഞങ്ങൾ ആയുധ കച്ചവടം പ്രോത്സാഹിപ്പിക്കില്ല തൈവാനുമായി എന്ന ഒരു ഉറപ്പുണ്ടായി എന്നത് ശരിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കുമ്പോൾ ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ഈ ഇന്നത്തെ ഭൗമരാഷ്ട്രീയം, ജിയോ പൊളിറ്റിക്സ്. അതിൽ ഒരു ക്ലാരിറ്റി പൊതുസമൂഹത്തിന് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല ഇനി അമേരിക്കയും ഇസ്രായേലും എന്താണ് ഇറാന് മേൽ ചെയ്യുന്നത്, ലെബനനിൽ നടക്കുന്ന ആക്രമണത്തിന് എന്തായിരിക്കും അനന്തര നടപടികൾ ഉണ്ടാവുക, വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുമോ? ഒന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ പറയുന്നു അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണിത്, അതുകൊണ്ട് അവരാക്രമിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അമേരിക്കയുടെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ലക്ഷ്യം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണ് എന്ന്. ഇപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിലും അങ്ങ് പറഞ്ഞു, അവിടെ ഈ എനർജി റിസോഴ്സസ് സ്വന്തമാക്കുക, അവിടെ നിന്നുള്ള വലിയ രീതിയിൽ വെനസ്വേലയിൽ ചെയ്തതുപോലെ ക്യൂബയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലെ ഇനിയിപ്പോൾ ക്യൂബ ആക്രമിച്ചാലും അത്ഭുതപ്പെടാനില്ല. അത് തന്നെയാണ് പണ്ട് ഇറാഖിൽ നിന്നും എണ്ണ ഊറ്റാൻ വേണ്ടി അവിടെ സൃഷ്ടിച്ച സാഹചര്യം. അവർക്ക് തന്നെ പിന്നീട് തലവേദനയായെങ്കിൽ തന്നെയും അവിടെ ആകെ ഇൻസ്റ്റേബിളാകെ, അവിടെ ഡിസ്റ്റർബ് ചെയ്ത് അവിടുത്തെ സിസ്റ്റത്തെ ആകെ തകർത്ത് തരിപ്പണമാക്കി.
ഇറാൻ പക്ഷേ കുറെ കൂടി ഒരു സ്ട്രോങ് അഡ്മിനിസ്ട്രേഷൻ കമ്പയർഡ് ടു ഇറാഖ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ശക്തമായി നിന്നു. അവർക്കൊരു സ്ട്രോങ് ഫോഴ്സും ഉണ്ട്, മിസൈൽ ഫോഴ്സും ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ഹോർമൂസ് തുടർന്നും ഇത്തരത്തിൽ ഒരു 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 ഡെഡ് ലോക്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ട്രേഡ് നടക്കാത്തൊരു സാഹചര്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ബെനിഫിഷ്യറി ആയി അമേരിക്ക മാറുന്നു. അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം ഉയരുന്നു. മറ്റ് പല രാജ്യങ്ങളിലെയും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഫോറിൻ മണി റിസർവ് കുറയുന്നു. ഇതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? അങ്ങനെയൊക്കെ ആഗ്രഹിക്കാം അമേരിക്കയ്ക്ക്. പക്ഷേ ആഗ്രഹിക്കുന്നത് പോലെ നടക്കണമെന്നില്ലല്ലോ. വളയ്ക്കുകയല്ലേ ചെയ്യാനാവൂ, ഒടിക്കാൻ പാടില്ലല്ലോ. വളഞ്ഞ് 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 ഒടിയുന്ന പരുവമായി കഴിയുമ്പോൾ, അതായത് ഹോർമൂസിലൂടെ എണ്ണ ഒരു തുള്ളി പോലും പുറത്തു പോകുന്നില്ല എന്ന ഘട്ടം വരുമ്പോൾ ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മാറി ചിന്തിച്ചാൽ ഡോളറിനെതിരെ മറ്റൊരു കറൻസി ചിലപ്പോൾ കോമൺ കറൻസി വന്നേക്കാം. അതിലേക്കൊന്നും കൊണ്ടുവന്ന് എത്തിക്കാൻ അമേരിക്ക ഒരു കാരണവശാലും വഴി ഒരുക്കില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം അത് വലിയ കാറ്റസ്ട്രോഫിക് ചേഞ്ചസ് ആണ്, കാറ്റക്ലിസ്മിക് ചേഞ്ചസ് ആവും. അപ്പോൾ അത് ഒരുപക്ഷെ നടക്കില്ല. തൽക്കാലത്തേക്ക് ബെനിഫിറ്റിന് ചെയ്യുന്നത് അല്പലാഭം, പെരുംഛേദം എന്ന രീതിയിലാണ്. ഇപ്പോൾ ഓയിൽ വിപണി മാത്രമാണ് ട്രംപിന്റെ മനസ്സിലെങ്കിൽ തെറ്റി. മറ്റു പല കാര്യങ്ങളും ഇപ്പൊ ചൈനയും റഷ്യയും ഒക്കെ സംയമനം പാലിക്കുന്നു. ആയുധമെടുത്തവർ യുദ്ധം ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ ഹോർമൂസിലൂടെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഹോർമൂസിലേക്ക് ചൈനീസ് വെസൽസ് പ്രവേശിക്കുന്നു. അമേരിക്കയ്ക്ക് ബലം പ്രയോഗിച്ച് തടയാനാകുമോ? ഇറാൻ തടയുന്നില്ല. ഇറാൻ്റെ ഉപരോധം ഒന്നുമില്ല, ഞങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ് ചൈനീസ് വെസൽസ് വരുന്നത് എന്ന് പറയുന്നു. എണ്ണ കൊണ്ടുപോകുന്നു, കാർഗിൽ നിന്നും എണ്ണ കൊണ്ടുപോകുന്നു. എന്ത് ചെയ്യാനാവും? നോക്കി നിൽക്കാനേ ആവൂ. അതെ, ചൈനയ്ക്കെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക ധൈര്യപ്പെടുമോ? ഇപ്പോഴത്തെ നിലയിൽ ഒരു ലോക മഹായുദ്ധം വരുത്തി വെക്കാൻ ധൈര്യപ്പെടുമോ? അതൊന്ന്. രണ്ട്, എണ്ണയുടെ വില കൂടിയാൽ അമേരിക്കയിൽ ഉൾപ്പെടെ ഓയിലിന്റെ പ്രൈസ് കൂടുകയാണ്. ഗ്യാസ് എന്നാണല്ലോ അവർ വിളിക്കുന്നത്. അതിന്റെ പ്രൈസ് കൂടുകയാണ്. അപ്പൊ ജനജീവിതത്തെ ബാധിക്കും, തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. നവംബറിൽ നടക്കാനുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പിനെ അത് ദോഷകരമായി ബാധിക്കും. അങ്ങനെ ട്രംപിന്റെ പാർട്ടിക്ക് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും സെനറ്റിലും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ he will become a lame duck president. അതല്ലേ, കാലുകൾ ഒടിഞ്ഞ ഒരു പ്രസിഡന്റ്. ലെയിം ഡക്ക് എന്നാണ് അവർ പറയുക, അമേരിക്കൻസ് പറയുക അങ്ങനെയാണ്. അധികാരം കയ്യിലുള്ളവൻ, പാർലമെന്റിനെ കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നവൻ, പണം അനുവദിക്കേണ്ടത് അമേരിക്കൻ കോൺഗ്രസ് ആണ്, അമേരിക്കൻ പാർലമെന്റ് ആണ്. അതില്ലാതെ വന്നാൽ ട്രംപിന്റെ ഈ യുദ്ധസന്നാഹങ്ങളൊക്കെ ഖുദാ ഗവ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അല്ല സർ, വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അമേരിക്ക ഇറാന് മേൽ പ്രഷർ ചെലുത്താൻ ശ്രമിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ ഹൂത്തികളുടെ ഭാഗത്ത് നിന്നും തിരിച്ചടി എടുക്കാനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ടാവണം. അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ അങ്ങ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ചർച്ചയിൽ സാർ തന്നെ പറഞ്ഞതാണ്, ബാബൽ മന്ദേബ് അവർ ബ്ലോക്ക് ചെയ്താൽ എന്ത് ചെയ്യും? അവിടെ വീണ്ടും വലിയൊരു ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോകില്ലേ കാര്യങ്ങൾ? ഹൂതികളെ സൗദിക്ക് വലിയ ഒരു ത്രെട്ടാണല്ലോ. ഹൂതികളെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ഇറാനാണ്, ഇപ്പോഴും അപ്പോഴും എപ്പോഴും. അപ്പൊ സൗദിയെ ചെക്ക്മേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി സൗദിയുടെ തെക്കൻ മേഖലയിൽ, തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഹൂതികൾ സൗദിയുടെ എണ്ണപ്പാടങ്ങളെ ലക്ഷ്യം വെക്കുന്നു. ഇത് ഒഴിവാക്കാൻ സൗദി അമേരിക്കയുടെ സഹായവും തേടും, സൗദിയുടെ സ്വന്തം സന്നാഹവും ഉണ്ട്. അപ്പം സൗദി കൂടുതൽ സ്വന്തം സന്നാഹങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്. അത് മാത്രമല്ല, ഒരുപാട് ഈ സങ്കീർണതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മനഃപൂർവ്വമായി ചില ഈ ആക്രമണ നറേറ്റീവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സൗദി അറേബ്യ ഇറാന്റെ പടിഞ്ഞാറൻ ഭാഗത്തെ, സൗദിയോട് ചേർന്ന ഭാഗത്ത്, ഇറാഖുമായി അതിർത്തിയുള്ള ഭാഗത്ത് ആക്രമണം നടത്തി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ റോയിറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒക്കെ വെളിയിൽ വരുന്നു. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ ഒരു കാരണം? അന്ന് പുറത്തു വന്നിട്ടില്ലാത്തതും അന്ന് ചെറിയ തോതിൽ ഡിസ്കസ് ചെയ്തതും ഇപ്പോൾ അത് വ്യാപകമായി ഡിസ്കസ് ചെയ്തതുമായ കാര്യം. അത് മാത്രമല്ല, UAE ഇറാനെ ആക്രമിച്ചു എന്ന രീതിയിലും റിപ്പോർട്ടുകൾ വരുന്നു. സ്ഥിരീകരണങ്ങളില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ആരോ കുത്തിത്തിരിക്കാനൊരു ശ്രമം നടത്തുന്നുണ്ട്. ആ സംഘർഷപൂരിതമായി ആ മേഖലയെ ദീർഘകാലത്തേക്ക് നിലനിർത്താൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് അമേരിക്കയുടെ കേന്ദ്രത്തിൽ നിന്നാണോ വരുന്നത്? പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെ അമേരിക്കൻ താല്പര്യങ്ങൾ ഇങ്ങനെ വരികയാണോ, അതോ മറ്റെന്തെങ്കിലും ഡൈനമിക്സ് ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് കൃത്യമായി ഇപ്പോൾ പറയാനാവില്ല. പക്ഷെ അവിടെ സമാധാനം വരരുത് എന്നാഗ്രഹിക്കുന്ന ചില ശക്തികളെങ്കിലും മറഞ്ഞിരിപ്പുണ്ട് എന്നുകൂടി ഓർക്കുക. കറക്റ്റ്. ആ ഒരു ശക്തിയുടെ അല്ലെങ്കിൽ ആ ശക്തികളുടെ പ്രവർത്തനം ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. പക്ഷേ അത് എന്ത് ചെയ്യണം എന്നറിയണം എന്നുണ്ടെങ്കിൽ ആ ശക്തി ആരാണെന്ന് മറനീക്കി പുറത്തു വരേണ്ടതുണ്ട്, അല്ലേ സാർ? തീർച്ചയായും. യെസ്, ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ. അതാണ് അവസ്ഥ.
പശ്ചിമേഷ്യൻ മേഖലയിൽ, പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നിഴൽ യുദ്ധമാണോ എന്ന് സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകുന്നു. അവിടെ സമാധാനം പുലരുവാൻ ആഗ്രഹിക്കാത്ത ശക്തികളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവിടെ നിന്നുള്ള എണ്ണയുടെ കയറ്റുമതി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് സ്തംഭിപ്പിച്ചാൽ ആർക്കൊക്കെ ഗുണം കിട്ടും? അതിന് പിന്നിൽ ആരായിരിക്കും? ഇനി അമേരിക്കയായിരിക്കുമോ അതോ മറ്റേതെങ്കിലും ശക്തിയായിരിക്കുമോ? അത് ഒരു വശത്ത് നിൽക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ത്യ UAE നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ ക്ഷാമത്തിന് വലിയൊരു തരത്തിൽ പരിഹാരം നിർദ്ദേശിക്കുകയാണ്, അതിനുള്ള വഴിയൊരുക്കുകയാണ്, സഹായം ചെയ്യുകയാണ് UAE ചെയ്തിരിക്കുന്നത്. അതേസമയം UAEയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം സ്ട്രെയിൻഡ് ആയിട്ടുണ്ട്, മോശമായിട്ടുണ്ട്. അമേരിക്ക ചൈനയെ സമീപിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ ലക്ഷ്യം, ട്രംപിൻ്റെ ലക്ഷ്യം നിഗൂഢമാണ്. ചിലപ്പോൾ അത് മണ്ടത്തരമായിരിക്കും. പക്ഷേ ട്രംപിൻ്റെ ലക്ഷ്യം ഊർജത്തിൻ്റെ കേന്ദ്രമായി മാറുക, കേന്ദ്രബിന്ദുവായി മാറുക, ഊർജ്ജ സപ്ലൈയുടെ കേന്ദ്രബിന്ദുവായി മാറുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ട്രംപിൻ്റെ നയം എത്ര നാൾ ലോകം സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഇതിൻ്റെ എല്ലാം തന്നെ ഇഫക്റ്റ്, ഇതിൻ്റെ എല്ലാം തന്നെ പരിണിത ഫലങ്ങൾ മോശപ്പെട്ട അവസ്ഥയിൽ ലോകത്തെ ആകെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആ സാഹചര്യത്തിലാണ് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ ഒരു കാര്യം, അതായത് അമേരിക്കയുടെ ചെയ്തികൾക്കെതിരെ ലോകത്ത് മറ്റൊരു കൂട്ടായ്മ രൂപപ്പെടാനുള്ള സാധ്യത നിൽക്കുന്നുണ്ട്. അതിന് സാധ്യത ഏറിക്കൊണ്ടും ഇരിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ തന്നെ ആകെ ഗതികെട്ട അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനവർ മുതിരും എന്നുള്ളതാണ് വിലയിരുത്തൽ വരുന്നത്. കാത്തിരുന്ന് കാണാം. ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് നമ്മുടെ ഭൗമ രാഷ്ട്രീയ രംഗം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാൻ നോക്കാം. നമസ്കാരം.